നമസ്കാരം. ന്യൂസ് അപ്ഡേറ്റ്സ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. മദ്യനയക്കേസിൽ കെജ്രിവാളിന് ജാമ്യം. ഏകാധിപത്യത്തിനെതിരായ പോരാട്ടം തുടരുമെന്ന് കെജ്രിവാൾ. നാളെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. ആവേശത്തിൽ AAP പ്രവർത്തകർ. കോൺഗ്രസിനെ വെട്ടിലാക്കി മണിശങ്കർ അയ്യരുടെ പാക് പരാമർശം. പാകിസ്ഥാനെ ബഹുമാനിച്ചില്ലെങ്കിൽ അണുവായുധം പ്രയോഗിക്കുമെന്ന് അയ്യർ. പരാമർശം തള്ളി കോൺഗ്രസ്, ആയുധമാക്കി BJP. പഴയ വീഡിയോ എന്ന വിശദീകരണവുമായി മണിശങ്കർ. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ പ്രതിഷേധം തുടരുന്നു. വിജയം വരെയും സമരം ചെയ്യും. ഇൻക്ലാബ് സിന്ദാബാദ്. ഗ്രൗണ്ടിൽ കഞ്ഞിവെച്ചും ശവക്കുഴി ഒരുക്കിയും പ്രതിഷേധം. പരിഷ്കരണം ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കരുതെന്ന് AK ബാലൻ. തൊഴിലാളി സംഘടനകളുമായി മന്ത്രി ചർച്ച നടത്തണമെന്നാവശ്യം. CPM-ന് ഒറ്റ അക്കൗണ്ട് മാത്രമേ ഉള്ളൂ എന്ന് MV ഗോവിന്ദൻ. തൃശൂർ ജില്ലാ കമ്മിറ്റി പണം പിൻവലിച്ചത് പ്രവർത്തനത്തിന്. ഇടപാടുകൾ നടത്തിയത് നിയമാനുസൃതമായി. ED നടത്തിയത് BJP താൽപര്യമെന്നും CPM സെക്രട്ടറി. മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ മെമ്മറി കാർഡ് കണ്ടെത്താൻ പോലീസ്. യദുവിനെ ചോദ്യം ചെയ്തു. മൊഴികളിലെ വൈരുദ്ധ്യം പരിശോധിക്കും. വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. കണ്ടക്ടറെയും സ്റ്റേഷൻ മാസ്റ്ററെയും ചോദ്യം ചെയ്തു. പാനൂർ വിഷ്ണുപ്രിയ വധക്കേസിൽ പ്രതി ശ്യാംജിത്ത് കുറ്റക്കാരൻ. ശിക്ഷാവിധി പ്രഖ്യാപനം തിങ്കളാഴ്ച. ജസ്ന തിരോധാന കേസിൽ തുടരന്വേഷണം പ്രഖ്യാപിച്ചു കോടതി. പ്രതീക്ഷയുണ്ടെന്ന് പിതാവ്. വാർത്തയിലേക്ക് വിശദമായി. മദ്യനയക്കേസിൽ ജാമ്യം നേടിയ കെജ്രിവാൾ തിഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. ആവേശത്തോടെ കാത്തുനിന്ന AAP പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളികൾക്കിടയിലാണ് കെജ്രിവാളിന്റെ മോചനം. ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം തനിക്കുണ്ടെന്നും ഏകാധിപത്യത്തിനെതിരായ പോരാട്ടം തുടരുമെന്നും കെജ്രിവാൾ പറഞ്ഞു. मैंने कहा था ना मैं जल्दी आऊंगा, मैंने कहा था ना जल्दी आऊंगा, आ गया। सबसे पहले मैं हनुमान जी के चरणों में वंदना करना चाहता हूँ। हनुमान जी के आशीर्वाद से, हनुमान जी के आशीर्वाद से आज मैं आप सब लोगों के बीच में हूँ। मैं सब लोगों का शुक्रिया अदा करना चाहता हूँ। सबको मिलके देश को तानाशाही से बचाना है। मैं तन मन धन से लड़ रहा हूँ, संघर्ष कर रहा हूँ तानाशाही के खिलाफ। ജൂൺ 1 വരെയാണ് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. മദ്യനയത്തിലെ കള്ളപ്പണക്കേസിൽ മാർച്ച് 21-നാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്.
അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യത്തിൽ പ്രതികരണവുമായി CPM. കെജ്രിവാളിന് ജാമ്യം ലഭിച്ചത് ഇഡിക്കേറ്റ തിരിച്ചടിയെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. കെജ്രിവാളിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ഇഡിക്കേറ്റ ഏറ്റവും കടുത്ത ഒരു തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ. അതുവഴി ലോകം ഈ വിധിയുടെ ഭാഗമായിട്ട് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായ ഒരു വിധിയായിട്ടാണ് ഞാനതിനെ കാണുന്നത്. കെജ്രിവാളിന് ജാമ്യം ലഭിച്ചത് ഇന്ത്യ മുന്നണിക്ക് ആവേശം പകരുന്നതെന്ന് PK കുഞ്ഞാലിക്കുട്ടി. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനം BJPയെ തിരിഞ്ഞുകൊത്തി. കെജ്രിവാളിനോട് ചെയ്തത് ക്രൂരതയാണ്. കെജ്രിവാൾ അഴിമതിക്കാരനാണെന്ന് ജനങ്ങൾക്ക് അഭിപ്രായമില്ലെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ സംഭവിച്ച കേജ്രിവാളിന് ഫ്രീയായ ഈ സംഭവം, ജാമ്യം കിട്ടിയ സംഭവം ഇന്ത്യ മുന്നണിയുടെ സാധ്യത വർദ്ധിപ്പിക്കും. മാത്രമല്ല, ഇന്ത്യൻ നീതിപീഠം, ആ നീതിപീഠമാണ് അവസാനത്തെ ആശ്രയം എന്ന കാര്യത്തിനൊന്നുകൂടി ഊന്നൽ വരികയാണ്. കാരണം മറ്റെവിടെ പോകാനാ നീതിക്ക്? കേജ്രിവാളിനോട് ചെയ്തത് വളരെ ക്രൂരമായി പോയി എന്നുള്ളത് എല്ലാവരും വിലയിരുത്തിയതാണ്. ഒരുപക്ഷെ നിഷ്പക്ഷമായി പറഞ്ഞാൽ മുഴുവൻ ലോകവും വിലയിരുത്തി. കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യരുടെ പാക് പരാമർശം ആയുധമാക്കി BJP. പാകിസ്ഥാനെ ബഹുമാനിക്കണമെന്നും അല്ലെങ്കിൽ അവർ അണുവായുധം പ്രയോഗിക്കുമെന്ന പ്രസ്താവനയാണ് വിവാദമായത്. കോൺഗ്രസിന്റെ പാകിസ്ഥാൻ പ്രേമം അവസാനിക്കില്ലെന്നായിരുന്നു BJPയുടെ വിമർശനം. കോൺഗ്രസ് നേതാക്കൾ ഇന്ത്യയിലാണ് കഴിയുന്നതെങ്കിലും അവരുടെ ഹൃദയം പാകിസ്ഥാനിലാണെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ വിമർശിച്ചു. തോൽവി ഉറപ്പായതോടെ കോൺഗ്രസ് ഉലഞ്ഞിരിക്കുകയാണെന്ന് UP ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യ കുറ്റപ്പെടുത്തി. മണിശങ്കർ അയ്യരുടെ പ്രസ്താവനയിൽ നിന്ന് അകലം പാലിക്കുകയാണ് കോൺഗ്രസ്. മണിശങ്കർ അയ്യരുടേത് വ്യക്തിപരമായ അഭിപ്രായം മാത്രമെന്ന് പ്രതികരണം. പഴയ വീഡിയോ ആണെന്നും BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം പാളിയപ്പോൾ തന്നെ കരുവാക്കുകയാണെന്നുമായിരുന്നു മണിശങ്കർ അയ്യരുടെ ഇതിനോടുള്ള പ്രതികരണം. മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ഡ്രൈവർ, കണ്ടക്ടർ, സ്റ്റേഷൻ മാസ്റ്റർ എന്നിവരെ വിട്ടയച്ചു. ഡ്രൈവർ യദു, കണ്ടക്ടർ സുബിൻ, സ്റ്റേഷൻ മാസ്റ്റർ ലാൽ സജീവ് എന്നിവരെയാണ് വിട്ടയച്ചത്. വരും ദിവസങ്ങളിൽ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. മൊഴികളിലെ വൈരുദ്ധ്യം വിശദമായി പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചു. CPMന് ഒറ്റ അക്കൗണ്ട് മാത്രമേ ഉള്ളൂ എന്ന് MV ഗോവിന്ദൻ. ജില്ലാ കമ്മിറ്റിക്കും സംസ്ഥാന കമ്മിറ്റിക്കുമൊക്കെ ഈ അക്കൗണ്ടാണ്. പാൻ നമ്പറിൽ Tയ്ക്കു പകരം J രേഖപ്പെടുത്തി. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തൃശൂർ ജില്ലയിലെ ബ്രാഞ്ചിന്റെ വീഴ്ച കൊണ്ടാണ് നമ്പർ തെറ്റായി രേഖപ്പെടുത്തിയത്. മാർച്ച് 2-ന് അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിച്ചത് ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനത്തിന് വേണ്ടിയെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പാർട്ടിയുടെ അക്കൗണ്ട് മരവിപ്പിക്കുന്നതിനുള്ള നടപടി ഈ തെരഞ്ഞെടുപ്പിന്റെ ഇടയിൽ ആദായ വകുപ്പ് സ്വീകരിക്കുകയുണ്ടായി. ഇഡിയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ BJPയുടെ ഇംഗിതത്തിനനുസരിച്ച് നിരവധിയായ ഇടപെടലുകളാണ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോലും കേരളത്തിലും അതിന്റെ ഭാഗമായിട്ട് തൃശ്ശൂരും നടത്തിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ദുർബലപ്പെടുത്തുന്നതിനു വേണ്ടി ആ ഉന്നം വെച്ചുകൊണ്ടാണ് ഈ നടപടികളെല്ലാം ആദായ നികുതി വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. നിയമവിധേയമായി കൃത്യമായി കണക്കുകൾ സൂക്ഷിക്കുകയും ആദായ നികുതി വകുപ്പിന് നൽകുകയും ചെയ്യുന്ന പാർട്ടിയാണ് CPIM. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താങ്ങാവുന്നതിലേറെ പ്രയത്നിച്ച മുഖ്യമന്ത്രിയെ വിശ്രമിക്കാൻ അനുവദിച്ചുകൂടെ എന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. നവകേരള യാത്രയിൽ വിശ്രമമില്ലാതെ ജനലക്ഷങ്ങളുമായി സംവദിച്ച മുഖ്യമന്ത്രി 1 മാസക്കാലം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും സജീവമായിരുന്നു. പ്രപഞ്ച സൃഷ്ടിക്കായി 6 ദിവസം പ്രയത്നിച്ച ദൈവം 7-ാം നാൾ വിശ്രമിച്ചു. ദൈവം പോലും വിശ്രമിച്ചെങ്കിൽ മുഖ്യമന്ത്രിക്ക് വിശ്രമം അനുവദിച്ചുകൂടെ എന്നായിരുന്നു വിദേശയാത്രയെക്കുറിച്ചുള്ള ചോദ്യത്തോട് AK ബാലന്റെ പ്രതികരണം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ 1 വർഷമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഭരണരംഗത്തും സംഘടനാ രംഗത്തും അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനമെന്ന് പറഞ്ഞാൽ ഊഹിക്കാൻ പോലും പറ്റാത്ത സ്ട്രെയിനാണ് അദ്ദേഹം എടുത്തത്. നവകേരള യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 30 ദിവസം ജനങ്ങളെ നേരിട്ട് കണ്ടു, ജനലക്ഷങ്ങളെ നേരിട്ട് കണ്ടു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാണ്ട് 30 ദിവസം അദ്ദേഹം ഒരു ദിവസം 4 മണിക്കൂർ കണ്ട് പ്രസംഗിച്ചു. താങ്ങാൻ പറ്റാവുന്നതിലപ്പുറം സ്ട്രെയിൻ എടുത്ത ഒരാൾ ഒന്ന് വിശ്രമിക്കുക, അതങ്ങ് അനുവദിച്ചു കൊടുക്കുന്നതിന് എന്താ നിങ്ങൾക്ക് ബുദ്ധിമുട്ട്? പ്രപഞ്ചമുണ്ടാക്കിയിട്ടുള്ള ദൈവം 6 ദിവസം
പ്രപഞ്ചം ഉണ്ടാക്കി, ഒരു ദിവസം വിശ്രമിച്ചു. അതിനാണ് ഈ ഞായറാഴ്ച എന്ന് പറയുന്നത്. ആഴ്ചക്ക് ഒരു ദിവസം ദൈവം അടക്കം വിശ്രമിച്ചതാ. അതും നിങ്ങൾ സമ്മതിക്കില്ല എന്നാണോ ഈ പറയുന്നതിൻ്റെ അർത്ഥം? നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചെന്ന കേസിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാനെയും സുരക്ഷാ ഉദ്യോഗസ്ഥനെയും പോലീസ് ചോദ്യം ചെയ്തു. ഗൺമാൻ അനിൽ കളിയൂർ, സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ് എന്നിവരെയാണ് ചോദ്യം ചെയ്തത്. സംഭവം നടന്ന 5 മാസത്തിന് ശേഷമാണ് ആലപ്പുഴ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി അരുൺ തിരുവനന്തപുരത്തെത്തി ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തത്. അതീവ രഹസ്യമായിട്ടായിരുന്നു ചോദ്യം ചെയ്യൽ. സൌത്ത് സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഇവർ എത്തിയിരുന്നില്ല. കേസിൽ അറസ്റ്റ് നടപടികളടക്കം പൂർത്തിയാക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. സംസ്ഥാനത്ത് പലയിടത്തും മഴയ്ക്ക് സാധ്യത. വയനാട് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലും കാറ്റും മഴയും ഉണ്ടാകുമെന്നാണ് പ്രവചനം. നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ഞായറാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം കടുത്ത ചൂടിനെ തുടർന്ന് തിരുവനന്തപുരത്ത് ഇന്ന് യെല്ലോ അലർട്ടായിരുന്നു. ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാമെന്നായിരുന്നു പ്രവചനം. എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരം അവസാനിച്ചെങ്കിലും സർവീസുകൾ പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ ഒരു ദിവസം കൂടിയെടുത്തേക്കും. കണ്ണൂരിൽ നിന്നുള്ള 5 സർവീസുകൾ റദ്ദാക്കി. എന്നാൽ കരിപ്പൂരിൽ നിന്നുള്ള ദമാം, മസ്കറ്റ് സർവീസുകൾ പുനരാരംഭിച്ചു. അതിനിടെ നാളത്തെ 2 എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ കൂടി റദ്ദാക്കി. കൊച്ചിയിൽ നിന്നും പുലർച്ചെ 2:05 ഷാർജയിലേക്കും രാവിലെ 8 ബഹ്റിനിലേക്കുമുള്ള വിമാനങ്ങളാണ് റദ്ദാക്കിയത്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ പ്രതിഷേധം തുടരുന്നു. തിരുവനന്തപുരത്തും തൃശൂരും കോഴിക്കോടും അടക്കം സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പ്രതിഷേധിച്ചു. തിരുവനന്തപുരം മുട്ടത്തറയിൽ റോഡിൽ കിടന്നായിരുന്നു ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നത്. BV അരുണിന്റെ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് ഇന്നും ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങി. മന്ത്രിയുടെ അഭ്യർത്ഥന സമരത്തിൽ നിന്ന് പിന്മാറണം, ഹൈക്കോടതി ഉത്തരവ് കൂടി അനുസരിച്ച് സഹകരിക്കണം, സർക്കാരുമായി സഹകരിക്കണമെന്ന മന്ത്രിയുടെ അഭ്യർത്ഥന തള്ളിക്കളഞ്ഞ് ഇന്നും സമരം തുടരുകയാണ്. തിരുവനന്തപുരത്ത് മുട്ടത്തറയിലും അതുപോലെ തൃശ്ശൂരിലുമൊക്കെ ഒരാൾക്ക് പോലും ടെസ്റ്റിൽ പങ്കെടുക്കാൻ കഴിയില്ല. 21 പേരാണ് മുട്ടത്തറയിൽ നിന്ന് സമയം അനുവദിച്ചത്, സ്ലോട്ട് നൽകിയിരുന്നത്. പക്ഷേ 21 പേരും ഹാജരായില്ല. ആർക്കും ഇവിടെ ടെസ്റ്റ് നടന്നതുമില്ല. ഇവിടെ വലിയ സമരമാണ്, കുറച്ചുകൂടി ശക്തമായ സമരമാണ് മുട്ടത്തറയിൽ നടക്കുന്നത്. അതായത് റോഡിൽ കിടന്ന മുട്ടത്തറയിൽ ഈ പാർക്കിംഗ് ഗ്രൗണ്ട്, ടെസ്റ്റിംഗ് ഗ്രൗണ്ടിന് മുന്നിൽ റോഡിൽ കിടന്നായിരുന്നു സമരക്കാരുടെ പ്രതിഷേധം. വിശ്വാസവും എനിക്ക് ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അഭിവാദ്യം അർപ്പിക്കുന്നു. നിങ്ങൾ ഇന്ന് 8ാമത്തെ ദിവസമാണ് സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. സമരം തുടരാൻ തന്നെ തീരുമാനം. കോടതി ഉത്തരവ് ഞങ്ങൾ മാനിക്കുകയാണല്ലോ. കോടതി ഉത്തരവ് പറഞ്ഞെന്ന് പറഞ്ഞാൽ അവരെ മുന്നോട്ട് പോകാനാണ്. ഞങ്ങൾ കോടതി 21-ാം തീയതി കേസ് വിളിച്ചിരിക്കുക. വീണ്ടും കോടതിയിൽ 21-ാം തീയതി കേസ് നടക്കുകയാണ്. കോടതിയിൽ ഞങ്ങൾ ഇടക്കാല ഒരു ഉത്തരവ്, അതായത് ഞങ്ങളുടെ ഈ സ്റ്റേക്ക് വേണ്ടി ഞങ്ങൾ കൊടുത്തപ്പോൾ ഇടക്കാല ഉത്തരവ് അവർക്ക് ബെഞ്ചിന് തരാൻ പറ്റത്തില്ല. വാദം കേട്ട ജഡ്ജി വന്നതിന് ശേഷം തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ കേസ് പരിഗണിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടുള്ളത് 21-ാം തീയതിക്ക് കേസ് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇപ്പം നമുക്ക് മൊത്തം കേരളത്തിൽ 86 സ്ഥലത്താണുള്ളത്. അതിൽ 6 സ്ഥലം മാത്രമേ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ പരിധിയിലുള്ളൂ. KSRTC സ്കൂൾ തുടങ്ങുകയാണെങ്കിൽ അവരവിടെ നടത്തുന്നതിന് ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല. ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് വരുന്ന കുട്ടികൾക്ക് ഞങ്ങളൊരു സിലബസ് പറഞ്ഞിട്ടുണ്ട്. ആ സിലബസ് അനുസരിച്ചിട്ടാണ് ഞങ്ങൾ ക്ലാസ് കൊടുക്കുന്നത്. അതിന് വിരോധമായിട്ട് വന്നിട്ടുള്ള ഇതായതുകൊണ്ടാണ്, സർക്കുലർ ആയതുകൊണ്ടാണ് ഞങ്ങൾ അത് കയറാതിരിക്കുന്നത്. പുതിയ സ്ഥലം വരണമെന്നാണ് നമ്മൾ പറയണത്. പുതിയ സ്ഥലം വരട്ടെ. ഇപ്പോൾ ഈ വരുന്ന രീതിയിൽ തന്നെ വരട്ടെ. ഇപ്പൊ KSRTC അല്ല, ഇനിയിപ്പോ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിന് ഇത് തുടങ്ങണമെന്ന് വെച്ചാൽ തുടങ്ങാം. ആർക്ക് തുടങ്ങാമല്ലോ. അദാനിക്ക്, അംബാനിക്ക്, ആർക്ക് വേണോ തുടങ്ങാം. നമുക്കൊരു പ്രശ്നമില്ല. നമുക്കല്ലല്ല, ഇവർ പറയുന്ന രീതിയിൽ പഠിപ്പിക്കണത്. സിലബസ് ഉണ്ടല്ലോ, നമ്മളൊരു സിലബസ് വെച്ചിട്ട് പഠിപ്പിക്കുന്നത്, അത് പഠിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. തൃശൂർ അത്താണിയിലും ശക്തമായ വ്യത്യസ്തമായ പ്രതിഷേധ രീതിയാണ് ഉണ്ടായത്, സമര രീതിയാണ് ഉണ്ടായത്. ശവക്കുഴി ഒരുക്കി അതിൽ കിടന്നായിരുന്നു തൃശൂരിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിഷേധ സമരം. വിജയം വരെയും സമരം ചെയ്യും, വിജയം വരെയും സമരം ചെയ്യും. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്. എനിക്കല്ലേ എടുത്തില്ലേ? പ്രശ്നപരിഹാരത്തിന് കൂടുതൽ വഴികൾ സർക്കാർ തേടുകയാണ്. പുതിയ ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകൾ, ഡ്രൈവിംഗ് ടെസ്റ്റ് പുതിയ ഗ്രൗണ്ടുകൾ KSRTCയുടെ മറ്റു സ്ഥലത്തെ പുതിയ ഗ്രൗണ്ടുകൾ സർക്കാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അവിടങ്ങളിൽ കൂടി ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് വ്യാപിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതിനെയും ഈ സമരക്കാർ ചോദ്യം ചെയ്ത് നടത്തിക്കൊണ്ട്, പക്ഷേ എല്ലായിടത്തും ഒരുപോലുള്ള സിലബസ് ആയിരിക്കണം, ഏകീകൃതമായ നിയമങ്ങളായിരിക്കണം എല്ലായിടത്തും വേണ്ടത്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കരുതെന്ന് AK ബാലൻ. നവീകരണം ആവശ്യമാണ്. തൊഴിലാളി സംഘടനകളുമായി മന്ത്രി ചർച്ച നടത്തണമെന്നും AK ബാലൻ ആവശ്യപ്പെട്ടു.
അത് നവീകരണം വേണം എന്ന് ഗവൺമെൻറ്റിന് തോന്നിയാൽ നവീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ ഒരു കോൺസെൻസസ് ഉണ്ടാക്കണം, ബന്ധപ്പെട്ട ആൾക്കാരുമായി ചർച്ച നടത്തണം. അതിൽ മാതൃകാപരമായൊരു സമീപനം ബഹുമാനപ്പെട്ട മന്ത്രി കാട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം ഒരു ഡൈനാമിക് ആയിട്ടുള്ളൊരു മന്ത്രിയാണ്. അപ്പോൾ സ്വാഭാവികമായും എന്തെങ്കിലും പെശകുകൾ പറ്റിയാൽ തിരുത്തുന്നതിനും അദ്ദേഹം തയ്യാറാവും. ചർച്ച നടത്തണം. ചർച്ച നടത്താതെ ഏകപക്ഷീയമായി ആർബിട്രറിയായി അടിച്ചേൽപ്പിക്കാൻ പാടില്ല. പാനൂർ വിഷ്ണുപ്രിയ വധക്കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് കോടതി. ശിക്ഷ തിങ്കളാഴ്ച വിധിക്കും. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ശാസ്ത്രീയ തെളിവുകളും അതുപോലെ തന്നെ സാക്ഷിമൊഴികളും അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത്തരമൊരു കേസിൽ ഇപ്പോൾ കോടതി വിധി പറഞ്ഞിട്ടുള്ളത്. ആ വിധിയിൽ വളരെയധികം സന്തോഷമുണ്ട്. പോലീസിൻ്റെ അന്വേഷണത്തിൽ പ്രത്യേകം സന്തോഷം രേഖപ്പെടുത്തുകയാണ്. വളരെ നീചമായ ഒരു കൊലപാതകമാണ് ഈ പ്രതി നടത്തിയിരിക്കുന്നത്. ഇത് പ്രോസിക്യൂഷനും പോലീസ് അന്വേഷണത്തിലും തെളിയിക്കാനായി എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. കോടതി പ്രധാനമായും ഇന്ന് ഇത്തരത്തിൽ ഈ പ്രതി കുറ്റക്കാരനാണെന്ന് വിധിക്കുകയായിരുന്നു. പിന്നീട് ഇതിന്മേലുള്ള വാദം നടന്നു. തിങ്കളാഴ്ച ഇതിന്മേലുള്ള ശിക്ഷാവിധി പ്രസ്താവിക്കുമെന്നാണ് പറഞ്ഞത്. എന്തായാലും ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഹൊറർ സിനിമ കണ്ട് അതേ സ്റ്റൈലിൽ ഒരു കൊലപാതകം നടപ്പിലാക്കുക, അതായത് ഈ പെൺകുട്ടി ഒരു ആൺ സുഹൃത്തുമായി ഇത്തരത്തിൽ വീഡിയോ കോളിൽ സംസാരിക്കുന്നതിനിടയിലാണ് ഈ കൊലപാതകം നടക്കുന്നത്. ഈ കൊലപാതകം എന്ന് പറഞ്ഞാൽ ഈ ചുറ്റിയോണ്ട് തലക്കടിച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. ഈ മരണപ്പെട്ടതിന് ശേഷവും 29ഓളം മുറിവുകൾ ഈ പെൺകുട്ടിയുടെ ശരീരത്തിലുണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും നിർണായകമായത് ഈ സംസാരിക്കുന്നതിനിടയിൽ ഉണ്ടായ CCTV ഇത്തരത്തിലുള്ള ലാപ്പിൽ വന്ന ഒരു 13 സെക്കൻഡ് ദൃശ്യമാണ് ഈ കേസിൽ വളരെ നിർണായകമായത്. മാത്രമല്ല ഈ പ്രതി ചുറ്റികയും അതുപോലെ തന്നെ മറ്റ് ആയുധങ്ങളും വാങ്ങുന്ന അതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. ഈ കൊലപാതകം നടത്താൻ ഈ പ്രതി ഒരു മോട്ടോർ സൈക്കിളിലാണ് വന്നത്. ഇതിനും ദൃക്സാക്ഷിയുണ്ട്. അല്ലാതെ നേരിട്ട് ഒരു ദൃക്സാക്ഷികൾ പോലും ഇല്ലാത്തൊരു കേസിലാണ് ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതും 7 മാസത്തെ വിചാരണ നടപടികൾക്കൊടുവിൽ ഇത്തരത്തിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തത്. നേരത്തെ പ്രോസിക്യൂട്ടർ സൂചിപ്പിച്ചതുപോലെ ഇതിൽ ഏറ്റവും പ്രധാനമായും വധശിക്ഷ നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് മിനിമം ജീവപര്യന്തം, മാക്സിമം വധശിക്ഷ എന്നതാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. അത്തരത്തിൽ വളരെ പൈശാചികമായ ഒരു കൊലപാതകം നടത്തി പ്രതി എന്നത് തന്നെയാണ്. അത് മാത്രമല്ല സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കുറ്റബോധവും ഈ പ്രതിക്കുണ്ടായിരുന്നില്ല. ഈ 24 വയസ്സ് തനിക്ക് 13 വയസ്സ് കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റും, സമാധാനമായി ജീവിക്കാൻ പറ്റും, ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവിത മൊഴിയായിരുന്നു ഇയാൾ നൽകിയത്. അതുകൊണ്ട് തന്നെ ഒരു ദയയും ഈ പ്രതി അറിയിക്കുന്നില്ല. ഈ പ്രതി ഇന്ന് കോടതിയിലെത്തിയപ്പോൾ കോടതി എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ താൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് മാത്രമാണ് ഈ പ്രതി പറഞ്ഞത്. എന്തായാലും ഈ പെൺകുട്ടിയുടെ മാതാവും സഹോദരിയും ഇന്ന് കോടതിയിലെത്തിയിരുന്നു. ഏതായാലും വളരെ സന്തോഷത്തിലാണ് അവരുള്ളത്. ഏതായാലും വലിയ ഈ വധശിക്ഷ തന്നെ ഈ പ്രതിക്ക് നൽകും എന്നൊരു ആത്മവിശ്വാസം തന്നെയാണ് ഈ കുടുംബവും ഉള്ളത്. ജസ്ന തിരോധാന കേസിൽ തുടരന്വേഷണം പ്രഖ്യാപിച്ച കോടതി. തിരുവനന്തപുരം CJM കോടതിയാണ് തുടരന്വേഷണത്തിന് ഉത്തരവിട്ടത്. ജസ്നയുടെ പിതാവിന്റെ ഹർജിയിലാണ് നടപടി. വിധി പ്രതീക്ഷിച്ച് തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ ഒരു തുടരന്വേഷണം വേണമെന്ന് പറഞ്ഞാൽ ഒരു പെറ്റീഷൻ കൊടുക്കുമ്പോൾ കോടതി എന്തായാലും അതിന് അനുകൂലമായിട്ട് വിധിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്തായാലും വിധി സ്വാഗതാർഹമാണ്, സന്തോഷമുണ്ട്. എൻ്റെ സൂചന വെച്ച് ഞാൻ അവരുമായിട്ട് സംസാരിച്ച് അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്തു കൊടുക്കും. അപ്പോൾ തീർച്ചയായിട്ടും അത് ഫലം കണ്ടെത്തുമെന്നാണ് എൻ്റെ വിചാരം. മലയാളി സമൂഹം മൊത്തം ഉറ്റുനോക്കുന്നൊരു സംഭവമാണ് ജസ്നയുടെ മിസ്സിംഗ് കേസ്. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു അവസാനം ഉണ്ടാകണം, അതിനുവേണ്ടിയാണ് ഞാൻ ശ്രമിച്ചത്. സാമൂഹിക പ്രവർത്തകൻ നരേന്ദ്ര ദബോൾക്കറുടെ കൊലപാതകത്തിൽ 2 പേർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. സനാതൻ സംസ്ഥ എന്ന സംഘടനയിലെ അംഗങ്ങളായ സച്ചിൻ അന്തൂറെ, ശരത് കലസ്കർ എന്നിവർക്കാണ് ശിക്ഷ വിധിച്ചത്. 5 ലക്ഷം രൂപ പിഴയും വിധിച്ചു. 3 പേരെ കുറ്റവിമുക്തരാക്കി. അന്ധവിശ്വാസങ്ങൾക്കും ദുർബന്ധവാദത്തിനുമെതിരായ സമിതിയുടെ നേതാവായിരുന്നു ദബോൾക്കർ. മഹാരാഷ്ട്രയിൽ അന്ധവിശ്വാസ ആചാരങ്ങൾക്കെതിരെ നിയമം കൊണ്ടുവന്നത് ഈ സമിതിയുടെ പ്രവർത്തനം കൊണ്ടാണ്. സമിതിയുടെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ ആരും ധൈര്യപ്പെടരുത് എന്ന ഉദ്ദേശത്തിലാണ് ദബോൾക്കറെ കൊലപ്പെടുത്തിയതെന്ന് പൂനെ സെഷൻസ് കോടതി കണ്ടെത്തിയിരുന്നു. 2013-ലാണ് പൂനെയിൽ ദബോൾക്കറെ വെടിവെച്ചു കൊന്നത്. മലപ്പുറത്ത് +1 സീറ്റ് പ്രതിസന്ധി മറികടക്കാൻ തീരുമാനം വേണമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. കുറവുള്ളിടത്ത് സീറ്റ് അനുവദിക്കാൻ സാമ്പത്തിക പ്രതിസന്ധി തടസ്സമാകരുതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ആയിരക്കണക്കിന് കുട്ടികളാണ് അഡ്മിഷൻ കിട്ടാതെ പുറത്താവുന്നത്. ഇവിടുത്തെ ഇപ്പോൾ ഇന്ത്യയിലെ സ്ഥിതി പറഞ്ഞ മാതിരി തന്നെ ഇവിടെയുള്ള പ്രതിപക്ഷത്തിനും ഈ കാര്യങ്ങൾ ഉറക്കെ ശ്രദ്ധിക്കാനല്ലേ പറ്റുള്ളൂ. ഞങ്ങളൊക്കെ അസംബ്ലിയിലും പുറത്തുമൊക്കെ വളരെ ഗൗരവത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞതാണ്. പക്ഷേ ഗവൺമെൻറ് ഒരിക്കലും അനങ്ങുന്നില്ല. ഈ തവണ എങ്കിലും കേരള ഗവൺമെൻറ്
ഈ കാര്യത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണം. അധിക ബാച്ചുകൾ വേണമെന്നൊരു നിലപാടാണോ ഉള്ളത്? അധിക ബാച്ചുകളോ ഗവൺമെൻറ് എയ്ഡഡ് അതുപോലെ തന്നെ ഒക്കെയുള്ള സ്ഥാപനങ്ങൾ പുതുതായിട്ട് ഇല്ലാത്ത ഏരിയയിൽ അനുവദിക്കും. എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യണം. UDF ചെയ്തുകൊണ്ടിരുന്നതല്ലേ. തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിലെ കെ ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് വിജയം ചോദ്യം ചെയ്ത് എം സ്വരാജ് നൽകിയ തെരഞ്ഞെടുപ്പ് ഹർജി തള്ളിയ കേരള ഹൈക്കോടതി വിധിക്കെതിരെ എം സ്വരാജ് സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകി. സുപ്രീംകോടതി സീനിയർ അഭിഭാഷകൻ PV ദിനേശനാണ് സ്വരാജിനായി അപ്പീൽ ഫയൽ ചെയ്തത്. ഇനി അന്തർദേശീയ വാർത്തകളുമായി കൃഷ്ണേന്ദു. നമസ്കാരം. അന്താരാഷ്ട്ര വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്ക് വിദേശീയരെ പേടിയെന്നും സാമ്പത്തികമായി വളരാതിരിക്കാൻ കാരണം ഈ ഭയമാണെന്നും ബൈഡൻ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഇന്ത്യ, ജപ്പാൻ, ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുന്നത് വിദേശീയരോട് ഭയം അഥവാ xenophobia ഉള്ളതുകൊണ്ടാണെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ. US-നെ ശക്തമാക്കുന്നത് കുടിയേറ്റമാണെന്നും US പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി. ലോകത്തിലെ ഏറ്റവും വലുതും പ്രായം കുറഞ്ഞതുമായ തൊഴിൽ ശക്തികളിൽ ഒന്നായ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ 12ാമത്തെ കുടിയേറ്റ ജനസംഖ്യയുള്ള രാജ്യവുമാണ്. ജപ്പാനെയും ഇന്ത്യയും പോലുള്ള പങ്കാളികളെ ബൈഡൻ അപമാനിച്ചത് വിമർശനത്തിന് കാരണമായിട്ടുണ്ട്. 2024 തെരഞ്ഞെടുപ്പിനായി പണം കണ്ടെത്തുന്നതിന് വേണ്ടി വാഷിംഗ്ടണിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഈ പരാമർശങ്ങൾ നടത്തിയത്. ലോകത്തിലെ സമുദ്രങ്ങൾ കാലാവസ്ഥാ വ്യതിയാന റെക്കോർഡ് തകർത്തു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായി ലോകത്തിലെ സമുദ്രങ്ങളുടെ താപനില അതിരൂക്ഷമായി ഉയരുകയാണ്. ഒരു ദിവസം കൊണ്ട് സമുദ്രജലത്തിനുണ്ടാകുന്ന താപനില വ്യത്യാസത്തിലെ റെക്കോർഡുകളാണ് നിലവിലെ അവസ്ഥയിൽ തകർന്നിട്ടുള്ളത്. കഴിഞ്ഞ 50 ദിവസത്തിനിടയിൽ ഒരു വർഷത്തിനിടയിലെ ഏറ്റവും കൂടിയ അളവിലാണ് സമുദ്രജലത്തിന്റെ താപനിലയെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഏറ്റവും ചൂട് കൂടിയ ഏപ്രിൽ മാസമാണ് കടന്നു പോയതെന്ന് യൂറോപ്യൻ യൂണിയൻ കാലാവസ്ഥാ കേന്ദ്രമായ കോപ്പർനിക്കസ് ക്ലൈമറ്റ് സർവീസ് വ്യക്തമാക്കി. കഴിഞ്ഞ 12 മാസം ആഗോളതലത്തിൽ ശരാശരി താപനില കൂടിയത് 1.61 ഡിഗ്രി സെൽഷ്യസ് ആണ്. വിഷവാതക പുറന്തള്ളലും എൽനീനോ പ്രതിഭാസവുമാണ് ചൂട് കൂടാൻ കാരണമായതെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കുന്നത്. സമുദ്ര താപനില കൂടുന്നത് ഐസ് ഷെൽഫുകളെ അസ്ഥിരതപ്പെടുത്താനും കൂടുതൽ ശക്തമായ ചുഴലിക്കാറ്റുകൾക്കും ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾക്കുമുള്ള സാധ്യതകൾ കൂട്ടാമെന്നുമാണ് വിദഗ്ധരുടെ നിരീക്ഷണം. വാഷിംഗ്ടണിലും റോച്ചസ്റ്ററിലും പലസ്തീൻ അനുകൂല പ്രകടനക്കാർ മാർച്ച് നടത്തി. ജോർജ് വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിലെ പലസ്തീൻ അനുകൂല ക്യാമ്പ് നീക്കം ചെയ്യാൻ പോലീസ് പെപ്പർ സ്പ്രേ ഉപയോഗിക്കുകയും നിരവധി പ്രകടനക്കാരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത സംഭവത്തിന് പിന്നാലെ പ്രകടനക്കാർ വീണ്ടും വാഷിംഗ്ടണിലും ന്യൂയോർക്കിലും മാർച്ച് നടത്തുകയാണ്. ന്യൂയോർക്കിലെ റോച്ചസ്റ്ററിൽ പ്രതിഷേധക്കാർ സമാധാനപരമായി ഒത്തുകൂടുകയും ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുകയും പ്രതിഷേധിക്കുകയും ചെയ്യുകയായിരുന്നു. ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേൽ ചരക്ക് കപ്പലിലെ 5 ഇന്ത്യൻ നാവികരെ വിട്ടയച്ചു. ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേലി ബന്ധമുള്ള ചരക്ക് കപ്പലിൽ നിന്ന് 5 ഇന്ത്യൻ നാവികരെ ഇറാൻ മോചിപ്പിച്ചിരിക്കുകയാണ്. നാവികരെ വ്യാഴാഴ്ച വിട്ടയച്ചതായി ഇറാനിലെ ഇന്ത്യൻ എംബസി സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. പലസ്തീനുകൾ റഫയിൽ നിന്നും പലായനം ചെയ്യുന്നു. അമേരിക്കയുടെ മുന്നറിയിപ്പുകൾ വകവയ്ക്കാതെ ഗാസ ആക്രമണം വ്യാപകമാക്കുമെന്ന് നെതന്യാഹുവിന്റെ ഭീഷണിയുടെ അടിസ്ഥാനത്തിലാണ് പലസ്തീനുകൾ റഫയിൽ നിന്ന് ഗസയുടെ മറ്റ് ഭാഗങ്ങളിലേക്ക് പലായനം ചെയ്യുന്നത്. ആയുധങ്ങൾ തടഞ്ഞുവെക്കുമെന്ന US ഭീഷണി ഗാസയിൽ ആക്രമണം വിപുലീകരിക്കുന്നതിൽ നിന്ന് ഇസ്രായേലിനെ തടയില്ലെന്ന് ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞു. ഈജിപ്തുമായുള്ള റഫയുടെ അതിർത്തി കടന്നുള്ള ഗസയുടെ ഭാഗം ഇസ്രായേൽ പിടിച്ചെടുത്തു. ഇത് മാനുഷിക പ്രവർത്തനങ്ങളെ പ്രതിസന്ധിയിലാക്കിയിട്ടുമുണ്ട്. പ്രാദേശിക ആരോഗ്യ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ഗാസയിലെ യുദ്ധത്തിൽ മരിച്ചവരുടെ എണ്ണം 34,500-ലധികമായി ഉയർന്നു. കൂടാതെ നിരവധി നഗരങ്ങളിലുടനീളമുള്ള അപ്പാർട്ട്മെന്റുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ, പള്ളികൾ എന്നിവയ്ക്ക് വലിയ നാശം സംഭവിച്ചിട്ടുമുണ്ട്. വടക്കൻ ഗാസ സമ്പൂർണ്ണ പട്ടിണിയിലാണെന്ന് UN അറിയിച്ചു. ഇതോടെ ലോകവാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം. സ്പോർട്സ് വാർത്തകൾ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പരിശീലക സ്ഥാനം രാഹുൽ ദ്രാവിഡ് ഒഴിഞ്ഞേക്കും. പുതിയ പരിശീലകനെ കണ്ടെത്താൻ ഉടൻ പരസ്യം പുറത്തിറക്കുമെന്ന് BCCI സെക്രട്ടറി ജയ് ഷാ പറഞ്ഞു. 2021 നവംബറിലാണ് ദ്രാവിഡ് ടീമിനൊപ്പം ചേർന്നത്. ഏകദിന ലോകകപ്പിന് ശേഷം കരാർ പുതുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ജൂൺ വരെയാണ് രാഹുൽ ദ്രാവിഡിന്റെ നിലവിലെ കരാർ. ഫഹദ് ഫാസിൽ ബ്രാൻഡ് അംബാസിഡറായ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പാലക്കാട് വടക്കഞ്ചേരി ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെയർമാൻ TP രാജഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഡയറക്ടർമാരായ
പ്രസാദ് രാജഗോപാൽ, പ്രജീഷ് രാജഗോപാൽ എന്നിവർ സന്നിഹിതരായിരുന്നു. 7ാമത് ഷോറൂമാണ് വടക്കഞ്ചേരി ബസ് സ്റ്റാൻഡിന് സമീപം LIC ബിൽഡിംഗിന് എതിർവശം തുടങ്ങിയത്. തെരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലിക്ക് ലോഞ്ച് ഓഫറായി മാരുതി സ്വിഫ്റ്റ് കാർ ബമ്പർ സമ്മാനമായി ലഭിക്കും. ഈ മാസം സുൽത്താൻ ബത്തേരിയിൽ പുതിയ ഷോറൂമും തുറക്കും. വടക്കഞ്ചേരി ഷോറൂമിൽ ഇനാഗ്രേഷൻ കഴിഞ്ഞ് 10 മണിക്ക് അച്ഛനാണ് ഇനാഗ്രേറ്റ് ചെയ്തത്. പിന്നെ നമ്മളിവിടെ ഒരുപാട് ഓഫേഴ്സ് വെച്ചിട്ടുണ്ട്. ബമ്പർ പ്രൈസായിട്ട് മാരുതി സ്വിഫ്റ്റാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഓരോ വീക്കും ഡയമണ്ട് റിംഗ് ഓഫർ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറഞ്ഞാൽ ഈ വർഷം 5 ഷോറൂം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. വടക്കഞ്ചേരി ഫസ്റ്റ് ഇനാഗ്രേറ്റ് ചെയ്തു. നെക്സ്റ്റ് സുൽത്താൻ ബത്തേരിയാണ്. 25th ഫഹദാണ് ഇനാഗ്രേറ്റ് ചെയ്യാൻ വരുന്നത്. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6590 രൂപ, പവന് 52,720 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5510 രൂപ, പവന് 44,080 രൂപ. വെള്ളി ഗ്രാമിന് 89 രൂപ, കിലോയ്ക്ക് 89,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു.